വാ എല്ലാവരും വാ. ഇന്നലെ എനിക്ക് യൂട്യൂബ് ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്ത്, വീഡിയോ പറയാതുമല്ല ഇവളുടേതാണ്. ഇവളുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു സംഗിണി കൊച്ചാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമ്മാതിരി പറച്ചിലാണ് ഇവളുടെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇവളുടെ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് തുപ്പിയത് എന്ന് നമുക്ക് ഇന്ന് നോക്കാനുണ്ട്. അത് കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. ഓക്കെ കാണാം. ഞാൻ മിനിഞ്ഞാന്ന് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു, ബിയറിൽ പയംപൊരി ഉണ്ടാക്കുന്നത്. ആഹാ, നല്ല കോമ്പിനേഷൻ. പയംപൊരിയിൽ ബിയർ മിക്സ് ആക്കി പോരിക, നല്ല കോമ്പിനേഷൻ അല്ലേ? പക്ഷെ ഇവിടെയുള്ള മുസ്ലിംസിനൊക്കെ ആറാമായിരിക്കും. കാരണം ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിംസിനൊക്കെ ആറാമായിരിക്കും. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കള്ളുകൂടിയന്മാർക്കൊക്കെ അത് നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നുമായിരിക്കും. ബിയറിൽ പയംപൊരി ഇട്ട് പൊരിച്ചെടുത്തപ്പോ ഇവിടെയുള്ള കുറച്ച് മുസ്ലിംസ് ഒക്കെ പോയിട്ട് ഇവളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് പൊങ്കാല ഇട്ടു. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം. മുസ്ലിംസിനെ വിമർശിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാണാം. കളിയാക്കണ്ടാടാ, മൊണ്ണത്തരം പറയാൻ വേണ്ടിട്ട് ആലോചിക്കുമ്പോ ഇതേപോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കാം. അതോട് പറ. ഇതുവരെ എന്റെ റീച്ച് ആയിട്ടില്ല കേട്ടോ. പാവണ്ടവിടാ, ഇതുവരെ ഒരു വീഡിയോ പോലും റീച്ച് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. റീച്ച് ആവണമെങ്കിൽ നല്ല പരിപാടിയുണ്ട്. ഉടുത്ത തങ്ങ് പറിച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്താൽ മതി. അതായത് ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പെട്ടെന്ന് റീച്ച് ആവും. നീയൊക്കെ അതൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നലെ ഒരൊറ്റ പകല് കൊണ്ട് 3000-ൽ കടന്ന വീഡിയോ 1,00,000-ലോട്ടാണ് പോയത് കേട്ടോ വ്യൂസ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 3000-ൽ കിടന്ന വ്യൂസ് 1,00,000-ന്റെ മുകളിലായി എന്നാണ് പറയുന്നത്. പൈസ ആയി പോയല്ല, പൈസക്കാരായി പോയിട്ടുണ്ട് കേട്ടാ. 1,00,000 വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000 രൂപയില്ലല്ലേ? പൈസക്കാരായി പോയിട്ടാ നമ്മുടെ ചേച്ചി. അതിലുള്ള കമന്റ് സത്യം പറഞ്ഞ തീവ്രവാദികൾ. അപ്പൊ ഇവള് പറഞ്ഞുകൊണ്ട് വന്നത്, ഇവളുടെ വീഡിയോ റീച്ച് ആയതിനു ശേഷം ഇവിടെയുള്ള തീവ്രവാദികൾ എന്നെ ആക്രമിച്ച് കളഞ്ഞു, കമന്റ് ഇട്ടുകൊണ്ട് ആക്രമിച്ച് കളഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇവിടെ തീവ്രവാദികൾ ഉണ്ടോ? നിന്നോട് ആരാണ് പറഞ്ഞത് ഈ പൊട്ടത്തരം? കേരളത്തിൽ തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവം ഇല്ല, മനസ്സിലായോ? ആകെ ഉള്ളത് കുറച്ച് നക്സലേറ്റുകളാണ്, അല്ലാതെ ഇവിടെ തീവ്രവാദം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നീ തീവ്രവാദികളെ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ആണോ? അതാവാനാണ് സാധ്യത. കാരണം ഇവളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒരു സംഗിണി കൊച്ച് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ ഒരു തട്ടം ഇങ്ങനെ ഇട്ടത് കൊണ്ടാണ് എല്ലാവർക്കും കുരുപൊട്ടാൻ കാരണം. നീ നിന്റെ തട്ടം തലയിലോ ചുമലിലോ കുണ്ടിമലോ എവിടെ വെച്ച് വേണമെങ്കിലും കെട്ടിക്കോ, അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അതാണ് പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വലിച്ചു കിട്ടാൻ നോക്കുന്നല്ലേ സംഗിണി കൊച്ചേ? ഇവള് വല്ലാത്ത ആള് തന്നെ കേട്ടാ. ഞാൻ ജനിച്ചപ്പോ എനിക്ക് എന്റെ ഉമ്മയുപ്പിയുടെ പേരാണ് എന്റെ പേര്. എടാ, ഇവള് മുസ്ലിം ആണോ? എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഉമ്മയുപ്പിയുടെ പേര് എനിക്ക് മാറ്റാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം തന്നെയാണ്. എന്നിട്ടാണോ നീ ഇങ്ങനത്തെ തന്തയില്ലായ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുപ്പുന്നത്? ഞാൻ വിചാരിച്ചത് ഇതൊരു ക്രിസ്ത്യാനി പെണ്ണായിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ഇത്രയും മാന്യതയോടെ ഇത്രയും നേരം സംസാരിച്ചത്. ഇത് ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി സംഘികൾ പറഞ്ഞു വിട്ട പുതിയ അവതാരമാണ്. ഈ അവതാരത്തിന് ഒരു കഴിവുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഭയങ്കരമായിട്ടുള്ള കഴിവല്ലേ? ഇപ്പൊ ഇവിടെ ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണിച്ചേ. നിങ്ങൾ പറയുന്ന ഓരോ കാര്യം എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ജനങ്ങൾ എഴുതുന്ന കമന്റ് നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയാൻ പറ്റില്ല. വായിക്കാൻ അറിയെങ്കിലല്ലേ നിങ്ങൾക്ക് ജനങ്ങളുടെ കമന്റ് ബാധിക്കുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു ഇന്റർകാസ്റ്റ് മാരേജ് കഴിച്ചത്. ഇവളെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, നല്ല തറവാട്ടിൽ പറഞ്ഞ പെൺകൊച്ചാണെന്ന്. അത് ഇവള് തെളിയിച്ചിരിക്കുകയാണ്. മറ്റു മതത്തിൽപ്പെട്ട ഒരാളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. ഏതാ മതം എന്നൊന്നും പറയുന്നില്ല. എന്റെ രൂപ ശരിയാണെങ്കിൽ ഏതോ സംഖ്യയെ കെട്ടിയതാവാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് ചെലവിന് തരുന്നത് നാട്ടുകാരല്ല. നിനക്ക് ചെലവിന് തരുന്നത് നാട്ടുകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കുക? കാരണം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചെലവിന് കിട്ടുന്ന പരിപാടിയാണ്. നിനക്ക് ചെലവിന് തരുന്ന നാട്ടുകാർ തന്നെയാ, മനസ്സിലാക്ക്. നീ വീഡിയോ ഇട്ട് നക്കി തിന്നുന്നില്ലേ? അത് നാട്ടുകാർ കാണുന്നതിനെ കൊണ്ടല്ലേ, മനസ്സിലാക്ക്. പുറകോട്ടായി പോലെ. ഈ ഇന്ത്യ രാജ്യത്ത് എന്ത് വസ്ത്രം ധരിക്കണം, ഏത് മതം സ്വീകരിക്കണം, ഏത് മതത്തിൽ ജീവിക്കണം, ഇപ്പൊ മതമില്ലാണ്ട് ജീവിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഈ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. നീ ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടോ, അതിന് ഇവിടെ നിന്ന് ആർക്കും ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ള മതത്തിൽ പോട്, അതിനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു സംഖ്യയോട് കാമം മൂത്തിട്ട് ഒളിച്ചോടിയത് മോശമായി പോയെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ പൊട്ട് തൊടുന്നോ തട്ടമിടണോ അതിന്റെ മാത്രം ഇഷ്ടമാണ്. നീ പൊട്ട് തൊട്ടോ, സാരി എടുത്തോ, പർദ്ദ ഇട്ടോ, തട്ടമിട്ടോ, എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷെ തന്തയില്ലായ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളിച്ച് പറയരുത്. ഞാനിപ്പോ ഈ തട്ടിങ്ങനെ കിടന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് പ്രശ്നം, തലയിൽ തന്നെ ഇട്ടു. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട കുറച്ച് ആൾക്കാരെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തിങ്ക് ചെയ്യാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതേപോലെയുള്ള മൊണ്ണകൾ പലതും ചെയ്യും. അതൊന്നും കണ്ട് നിങ്ങൾ ചൂടാവാൻ നിൽക്കണ്ട. കാരണം ഒരു സംഖ്യയോട് ഒളിച്ചോടിയിട്ട് ഇങ്ങനെയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് ആ സംഖ്യയ്ക്ക് ഒരു മോശമല്ലേ? സംഖ്യ മനസ്സിൽ നിറച്ച് വർഗീയത കുത്തിവെച്ചത് കൊണ്ട് തന്നെ ഇതേപോലത്തെ പല തന്തയില്ലായ്മ ഇവളെ പോലുള്ള കുറെ ആളുകളൊക്കെ കാണിക്കും. അതൊന്നും കണ്ട് ചൂടാവാൻ നിൽക്കരുത്. ചൂടായിക്കാനാൽ ഇവര് വളർന്നു പോയി കളയും. നിങ്ങളുടെ മതത്തിന്റെ കുരു പൊട്ടുന്നത്, നിങ്ങൾ മതം പറഞ്ഞ് ഛർദ്ദിക്കുന്നതും അതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. നിനക്ക് പറ്റിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യയുടെ അണ്ടിയും പിടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. വേറെ എനിക്ക് പറയാനില്ല.
RSSകാരുടെ പേരും ഒളിച്ചോടിയിട്ട് മുസ്ലിം വിരോധം സോഷ്യൽ മീഡിയയിലിട്ട് പരത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതേപോലത്തെ ഊളകളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അതേപോലത്തെ ഊളകളൊക്കെ കാണുമ്പോൾ സ്പോട്ടിന് റിപ്പോർട്ട് അടിച്ചേക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ചെറുതായി പോയെന്ന് അറിയാം. എന്തായാലും അടുത്ത പ്രാവശ്യം നീട്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ, ലൈക്ക് അടിക്കാം. ബൈ 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 ബൈ.